വണ്ടി എടുക്കാവോ? ഓ 25 രൂപ മുടക്കി 3 നില കെട്ടിടം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കും കാണാവുന്ന കാര്യമാണ്. ഈ രൂപത്തിൽ ഞാൻ ഓരോന്നും പറയുന്നില്ല. ഈ രൂപത്തിലുള്ള വികസനത്തിന്റെ ഫലമായി 260 കോടി രൂപയുടെ പദ്ധതിയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ മാത്രം ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റോഡുകളുടെ വികസനം, പ്രത്യേകിച്ച് ടൗണുകളുടെ വികസനം. ഈ സമ്മേളനത്തിലെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കുര്യൻ ചേട്ടൻ, പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന് സ്വാഗതം അരുളിയ പ്രിയപ്പെട്ട ദേവിച്ചേട്ടൻ, വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ റോമിയോ സെബാസ്റ്റ്യൻ, ശ്രീ ഷാജി കാഞ്ഞമല, ശ്രീ ടി പി മൽക്ക, പ്രിയപ്പെട്ട ശ്രീ ഷാജി കണക്കഞ്ചേരി, ശ്രീ അനിൽ കോപ്ലാവൻ, ശ്രീ ജോർജ് അമ്പലം, പ്രിയപ്പെട്ട ശ്രീ ജെയിംസ് ഫ്ലാക്കുഴി, പ്രിയപ്പെട്ട ലക്ഷ്മിഞ്ഞേട്ടൻ, പ്രിയപ്പെട്ട ശ്രീ ദേവിച്ചേട്ടൻ, ശ്രീ വിജയൻ, വലിയ പോസ്റ്റായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള സ്നേഹിതരെ സുഹൃത്തുക്കൾ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പണിക്കൻകുടി കുരിശങ്കൽ അഞ്ചുമുക്ക് ചെമ്പകപ്പാറ റോഡ് ടാറിംഗ് ജോലികളുടെ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ പ്രദേശത്ത് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന യാത്രാ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കപ്പെടാൻ ഓരോ ഘട്ടത്തിലായി നമുക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ഈ ഘട്ടം കൊണ്ട് തന്നെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. നമ്മുടെ കൊന്നത്തടി പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും പഴയതിനേക്കാളെല്ലാം മെച്ചപ്പെട്ടു എന്നതിനേക്കാൾ ഉപരിയായി റോഡ് ഗതാഗത രംഗത്ത് പൂർത്തീകരണ സ്വഭാവത്തോടുകൂടി റോഡുകൾ നിലവാര തകർച്ചയില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണേണ്ടതായിട്ടുള്ളത്. ഇത് ഇടുക്കിയുടെ ഒരു പൊതുമുഖമാണ്. നമുക്ക് മറ്റ് പല പ്രദേശങ്ങളിൽ പോകുമ്പോഴും കാണാൻ കഴിയുന്നതിനേക്കാളേറെ നല്ല റോഡുകൾ ഇന്ന് കാണാൻ കഴിയുന്നൊരു പ്രദേശം ഹൈറേഞ്ചിലാണെന്ന് പൊതുവെ എല്ലാവരും സംസാരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. സമീപകാലത്ത് നിങ്ങൾ കണ്ടു കാണും, കുട്ടിക്കാനം കട്ടപ്പന റോഡിൻ്റെ ഉദ്ഘാടന വേളയിൽ ഒരു മാരത്തോൺ നേതൃത്വം കൊടുക്കാൻ മിലൻ സോമൻ എന്ന ബോളിവുഡ് താരോടി കമ്പം ചേരിയിലേക്ക് എത്തുമ്പോൾ, കമ്പത്തേക്ക് തൻ്റെ 12-13 കിലോമീറ്റർ കൊണ്ട് നമ്മൾ കമ്പത്തെത്തുക നിസ്സാര കാര്യമാണ്. അതിൻ്റെ പഠനം പൂർത്തിയാക്കാൻ നമ്മൾ 10 ലക്ഷം രൂപയല്ല വെച്ചത്, 10 കോടി രൂപ. ആ പഠനം പൂർത്തിയാക്കി വന്നാൽ, ആ തുരങ്കപാത യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ ഈ മേഖലയിലുണ്ടാകുന്ന മാറ്റം, ഇവിടുന്ന് വിവിധങ്ങളായ റോഡുകൾ 4 വശത്തേക്കുമാണ്. ഇതൊക്കെ ഘട്ടഘട്ടമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ റോഡുകൾ. അപ്പോൾ പഠിക്കുന്ന ഒരു സ്കൂള്, ഈ സ്കൂൾ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും അനുഗ്രഹദായകമായൊരു കാര്യമാണ്. ഇവിടെ പണ്ടുണ്ടായിരുന്ന സ്കൂൾ കെട്ടിടവും സാഹചര്യം എല്ലാം മനസ്സിൽക്കൊണ്ടെന്ന് കടത്തിവിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷത്തായിരുന്നു. പിന്നീട് അപ്പോഴുള്ള റോഡൊക്കെ ആലോചിക്കാൻ കഴിയുമായിരുന്നു. 2001-2006 കാലഘട്ടത്തിലൊക്കെ ഞാനതിൻ്റെ ആദ്യഘട്ടം വരുന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? ഇന്നത് മാറി. ഇനി എന്താ നമുക്ക് വേണ്ടത്?